ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ ഗായികയാണ് അമൃത സുരേഷ്. അതിനുശേഷം ബിഗ് ബോസ് ഷോയിലും എത്തി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും പ്രിയങ്കരിയായ അമൃത ഇപ്പോൾ സ്റ്റേജ് ഷോകളും മറ്റുമായി മുന്നോട്ട് പോവുകയാണ്. അമൃതയുടെ വ്യക്തിജീവിതവും സോഷ്യൽ ഇടങ്ങളിൽ ഏറെ ചർച്ചയായിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ അറിയാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടെന്നും തളർന്നു പോയപ്പോഴൊക്കെ കുടുംബം കൂടിയുണ്ടായിരുന്നുവെന്നും അമൃത പറയുന്നു. തകർന്നു പോകുന്ന ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യം വരുമ്പോൾ തളർന്നു പോയിട്ടുണ്ട്. അന്ന് എൻ്റെ സമാധാനം കാത്തു സൂക്ഷിച്ചിട്ടുള്ളത് ഉപ്പയും എൻ്റെ കുടുംബവുമാണ്, കൂടാതെ എൻ്റെ സംഗീതവും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാൻ വീഴുമെന്ന് തോന്നുന്ന സമയത്ത് ഇവരുണ്ട്. അങ്ങനെ വീഴാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും അഭിരാമിയും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അമൃത മനസ്സ് തുറന്നു പറയുന്നത്. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ നേരിട്ട മാനസിക ബുദ്ധിമുട്ടുകളെ കുറിച്ചും താരം പറയുന്നു. അന്ന് യാത്രകളും സംഗീതവുമാണ് തന്നെ എല്ലാത്തിൽ നിന്നും രക്ഷിച്ചത്. ഇപ്പോൾ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എല്ലാം നേരിടാൻ താൻ തയ്യാറാണെന്നും അമൃത പറയുന്നു. മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ തന്നെ തിരിച്ചറിയും ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന്. ഒരു പോയിന്റിൽ എനിക്ക് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലായി. അപ്പോൾ ഞാൻ യാത്രകൾ ചെയ്യാനും ധ്യാനിക്കാനും തുടങ്ങി. കൂടുതലായി പാട്ടിനായി സമയം നൽകി. മനസ്സിനെ എങ്ങനെയൊക്കെ ഡൈവേർട്ട് ചെയ്യാമോ അങ്ങനെയൊക്കെ ചെയ്തു നോക്കി. ഇപ്പോൾ എൻ്റെ ചുറ്റും എന്ത് നടന്നാലും എനിക്കതൊരു പ്രശ്നമല്ല. ഞാൻ അതിൽ നിന്നും പുറത്തു വന്നിരിക്കും എന്നും അമൃത സുരേഷ് പറയുന്നുണ്ട്. വ്യക്തി ജീവിതത്തിൽ ഇത്രയേറെ ട്രോമകളിലൂടെ കടന്നുപോയൊരു ഗായിക ഒരുപക്ഷെ അമൃത സുരേഷ്, അഞ്ജു ജോസഫ് തുടങ്ങിയവരൊക്കെ ആയിരിക്കും. മാത്രമല്ല ചിത്രയും തൻ്റെ ജീവിതത്തിലെ ഒരുപാട് വീഴ്ചകളിലൂടെയാണ്, ഒരുപാട് കണ്ണീരിലൂടെയാണ് എല്ലാം ഉണ്ടായിട്ടും സ്വന്തം മകളുടെ ദുഃഖം ചിത്രയെ എന്നും വേദനിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് അമൃത സുരേഷിനും. അമൃത സുരേഷിന്റെ പിഴ എന്ന പേരിലെ ഗാനം പുറത്തിറങ്ങിയത് വലിയ ഹിറ്റായി മാറിയിരുന്നു. സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങളും പ്രയാസങ്ങളും താൻ നേരിട്ട വെല്ലുവിളികളും ഉൾപ്പെടുത്തിയാണ് അമൃത ഈ ഗാനം രചിക്കുന്നതും അതിന് ഈണം നൽകുന്നതും. നേരിട്ടതെല്ലാം അമൃത സുരേഷ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സംവിധായകൻ ഗോപി സുന്ദറുമായി താൻ വേർപിരിയാനുണ്ടായ കാരണവും അമൃത പറഞ്ഞിരുന്നു. ഗോപി സുന്ദറുമായുള്ള ബന്ധത്തിൽ വിശ്വാസമുണ്ടായിരുന്നു എന്നും എന്നാൽ രണ്ടുപേരുമാണ് മുന്നോട്ട് പോകണ്ട എന്ന തീരുമാനമെടുത്തതെന്നും അമൃത സുരേഷ് തുറന്നു പറഞ്ഞു. തന്റെ അച്ഛൻ മരിച്ച സമയത്ത് കൂടെ നിന്നതും കൊള്ളിവെച്ചതും ഒരിക്കലും മറക്കില്ല. ഞങ്ങൾ രണ്ടുപേരും 100% ഇഷ്ടത്തോടെ എടുത്ത തീരുമാനമായിരുന്നു അത്. പുള്ളിയും ഞാനും ഈ ബന്ധം നന്നായി വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എൻ്റെ ഒരുപാട് വർഷത്തിന് ശേഷമുള്ള ഒരു തീരുമാനമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കുമിടയിൽ മ്യൂസിക് എന്നതുണ്ട്. ഞാൻ ആ സമയത്ത് അത്രയും ആഗ്രഹിച്ചിരുന്നു. കുറേ വർഷത്തെ വേദനയും ബഹുമാനമില്ലായ്മയും ഉപദ്രവവും കഴിഞ്ഞ് ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ എനിക്കത് വലിയ കാര്യമായിരുന്നു. അന്നും അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. ഇന്നും എന്നെ ഉപദ്രവിക്കുന്നില്ല. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി എനിക്ക് വളരെ സപ്പോർട്ടായിരുന്നു. അച്ഛൻ മരിച്ച സമയത്ത് ഒരു മകനായി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. അച്ഛന് ഒരു മരുമകൻ എന്ന സ്ഥാനത്ത് നിന്ന് കർമ്മം ചെയ്യാനും കൊള്ളിവെക്കാനും യോഗമുണ്ടാകും. ഒരു വർഷത്തിന് വേണ്ടി മാത്രം വന്നു. പിന്നെ മുന്നോട്ട് പോയപ്പോൾ മനസ്സിലായി ശരിയാവില്ല എന്ന്. അങ്ങനെ രണ്ടുപേരും കൂടിയെടുത്ത തീരുമാനമാണ് പിരിയാമെന്നത്. ഇപ്പോഴും പിറന്നാളിനും മറ്റും മെസ്സേജ് ചെയ്യും. വലിയ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. നമ്മൾ അവസാനിപ്പിച്ച വികാരം വീണ്ടും കുത്തിയടിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അമൃത പറഞ്ഞു.